നമ്മുടെ ഈ ജിമെയിൽ ആപ്ലിക്കേഷനിൽ ഒരുപാട് മെയിലുകൾ കുന്നുകൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്ലിയർ ആക്കാൻ സാധിക്കും. ക്ലിയർ ആക്കിയുള്ള ബെനിഫിറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് നിങ്ങളുടെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാർ ഉണ്ടാകും. ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം 3 തരത്തിലാണ് ഞാൻ കാണിക്കുന്നത്. ഓരോന്നും നിങ്ങൾ ആദ്യം പറയുന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് സെർച്ച് ബാറിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം സെർച്ച് റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് മെയിലുകൾ ഉണ്ടാകും. മിക്കവാറും നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് മെയിലുകളായിരിക്കും. നിങ്ങൾക്ക് അഥവാ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതുപോലെ സ്റ്റാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ എടുത്തു കാണിക്കും. ഇനി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ താഴോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ലോങ് പ്രസ് ചെയ്ത് വെച്ചാൽ ഇവിടെ സെലക്ട് ഓൾ കാണിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിന് മുൻപേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ 50 എണ്ണം മാത്രമാണ് സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാലും 50ൽ കൂടുതലുണ്ടെങ്കിൽ മറ്റ് ഇമെയിലുകളും ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും താഴേക്ക് ഫുൾ സ്ക്രോൾ ചെയ്തതിന് ശേഷം വീണ്ടും വരിക. അങ്ങനെ വീണ്ടും വന്നതിന് ശേഷം ചിലപ്പോഴാണ് അത് വർക്കാവുക. എന്നിരുന്നാലും നിങ്ങളിതുപോലെ സെലക്ട് ഓൾ കൊടുക്കുക. 150 എണ്ണം ഇപ്പോൾ വർക്കായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാം ഡിലീറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ജിമെയിൽ കാരണം ഈ ഒരു ഇമെയിൽ ഡിലീറ്റ് ആക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മൊത്തം ഡിലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് നിങ്ങൾ സെർച്ച് ബാറിൽ ഇതുപോലെ അൺസബ്സ്ക്രൈബ് എന്നുള്ളത് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഓൾഡർ _ ദെൻ _1 ഇയർ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം മുമ്പ് വന്ന ഒരുപാട് മെയിലുകൾ നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അങ്ങനെ അതിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ പിൻ ചെയ്തതോ സ്റ്റാർ കൊടുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഉള്ളത് നിങ്ങൾ അവിടെ മാറ്റി വെക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം സെലക്ട് ഓൾ കൊടുക്കുക. ഓൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ നോക്കണം, ആ ഒരു ഓളിൽ നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ചതോ നിങ്ങൾക്ക് നിർബന്ധമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അൺടിക്ക് ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇതുപോലെ അൺടിക്ക് കൊടുത്തതിന് ശേഷം ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഡിലീറ്റ് ചെയ്ത് വെക്കണം. എന്നിരുന്നാൽ ഒരുപാട് ബെനിഫിറ്റാണ് ഇതുപോലെ നിങ്ങൾ ഇമെയിൽ കുന്നുകൂടിയത് നിങ്ങൾ ഡിലീറ്റ് ആക്കുന്നത് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അത് മാത്രമല്ല, അവസാനമായിട്ട് വീണ്ടും ഇതുപോലെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് #, അറ്റാച്ച്മെൻറ്റ് എന്നിട്ടൊരു സ്പേസ് വിടണം. സ്പേസ് വിട്ടിട്ട് ലാർജർ #1 MB നിങ്ങൾക്ക് ഒരുപാട് മെയിലുകൾ കാണാൻ സാധിക്കും ഇതുപോലെ സെർച്ച് ചെയ്താൽ. അപ്പോഴും ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, നിങ്ങൾക്ക് സ്റ്റാർ ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് നിർബന്ധമുള്ളത് ഒഴിവാക്കണം. ഇതുപോലെ സെലക്ട് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ബാക്ക് വരിക. എന്നിട്ട് ഈ ഒരു ലൈൻ കാണാൻ സാധിക്കും. ആ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കിവിടെ ബിൻ പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ബിന്നിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ നിങ്ങൾ ഡിലീറ്റ് ആക്കിയ എല്ലാ മെയിലും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ empty ബിൻ നോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ empty കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഡിലീറ്റ് ആക്കിയ എല്ലാം ഇപ്പോഴാണ് ശരിക്കും ഡിലീറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്.